ഹായ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കിവി വെച്ച് ഒരു കറിയാണ്. ഞാനത് ഒരു 3 കിവി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തോല് കളഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. ഇനി നമുക്കൊരു 2 തണ്ട് നല്ല കറിവേപ്പില ഇടാം. അടുത്തത് 1 ടീസ്പൂൺ കടുകിടാം. കടുക് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്യുമിൻ സീഡ് ഇടാം, ചെറിയ ജീരകം, അതൊരു 1/2 ടീസ്പൂൺ. അത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് ഒന്ന് വഴറ്റാം. ഇത് നമ്മൾ സവാള ഏതാണ്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കുനുകുന അരിഞ്ഞതാണ് ഇടുന്നത്. ഇതെല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളിടാം. ആദ്യം മല്ലിപ്പൊടി ഇടാം, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇടാം, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഇനി അല്പം ജീരകപ്പൊടി ഇടാം, ക്യുമിൻ സീഡിൻ്റെ പൊടി. ഇനി കുരുമുളക് പൊടി ഇടാം, അതും 1/2 ടീസ്പൂൺ. നന്നായി മിക്സ് ചെയ്യാം. ആയി വന്നിരിക്കുന്ന നമുക്ക് അല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിക്കാം. എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഏതാണ്ട് ഒരു 1.5 തക്കാളി, വലുതാണെങ്കിൽ 1 ചെറുതാണെങ്കിൽ 2 ഇടാം. ഞാനിത് വലുത് ഒരു ഇടത്തരം 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി ഇതിലോട്ട് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പിടാം, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ തേങ്ങ വെള്ളമാണ് ഒഴിക്കുന്നത്, ഏതാണ്ട് ഒരു 1/2 കപ്പ് തേങ്ങ വെള്ളം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നല്ല അടിപൊളി കളർ ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇടാം, നമ്മളെ കിവി. നല്ലതായിട്ട് ഈ അരപ്പിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. നല്ല നമ്മളെ കിവി അരപ്പുമായിട്ടൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു സാധനം കൂടി ഇതിലോട്ട് ചേർക്കാം. ഞാനൊരു 250 ഗ്രാം ചെമ്മീൻ തൊലി കളഞ്ഞ് വൃത്തിയായി വേവിച്ച് മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ചതാണ്. അത് ഇതിലോട്ട് നമുക്കിടാം. നമ്മൾ ചെമ്മീനും കിവിയും എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെറുതായി ഒന്ന് അരിക് തിളയ്ക്കുന്നത് വരെ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്കിത് ഓഫാക്കാം. അങ്ങനെ നമ്മളെ കിവി ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മല്ലിയില ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഈ കറിക്ക് സ്പെഷ്യലായിട്ട് ഞാൻ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് സാലഡ് ഇടാം. അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു സ്പെഷ്യൽ ഐറ്റമാണ്, നമ്മൾ ആരും ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ്. പലരും വിചാരിക്കും ഇത് ഈ കിവി വെച്ച് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.